ഹലോ നമസ്കാരം. എന്നോട് കുറേ ആളുകൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ടി വി എസ് എൻഡോർക്കിൻ്റെ ഓണേഴ്സ് റിവ്യൂ. അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായി. എനിക്ക് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് അധികമായി കിട്ടിയ 2-3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നാവിഗേഷൻ. നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കണക്റ്റായിട്ട് കറക്റ്റ് റൂട്ടിലേക്ക് നമുക്ക് കാണിക്കും. അതുപോലെ തന്നെ കോള് അറ്റൻഡ് ചെയ്യേണ്ട അത്യാവശ്യ കോളാണെങ്കിൽ തന്നെ നമ്പർ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുവാൻ സാധിക്കും. പിന്നെ ഒരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ LED ലാമ്പുകളാണ്. വലിയ ഹൈ ആയിട്ട് നമുക്ക് ലൈറ്റ് കിട്ടുന്നില്ല. പിന്നെ കണ്ണിന് പവർ കുറവുള്ളതാണ്. കണ്ണട വെക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഇപ്പോൾ ഡേ നൈറ്റ് കണ്ണട വെച്ചുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് കാണാൻ. എന്നാലും നോർമൽ ലൈറ്റുകൾ ഹൈ ബീം അടിക്കുമ്പോൾ ഈ ലൈറ്റ് നമ്മൾ ഹൈ ബീം അടിച്ചാലും വലിയ എഫക്റ്റൊന്നും കിട്ടുന്നില്ല. എന്നിരുന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ലോങ്ങിൽ നിന്നൊക്കെ ഓടി വരുന്ന സമയത്ത് വണ്ടി ഭയങ്കരമായിട്ട് ഭംഗി തോന്നും. പിന്നെ സ്ക്രീൻ ഗാർഡ് ഞാൻ മറ്റേ സ്റ്റീലിൻ്റെ ഇട്ടിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ വീഴ്ചയിലും ഒക്കെ സ്ക്രാച്ചസ് ആവാതെ സൂക്ഷിച്ചിട്ടുണ്ട് വണ്ടി. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ സ്മാർട്ട് കണക്ടിവിറ്റി തന്നെയാണ് ഒന്നും കൂടെ എനിക്ക് കൂടുതലായിട്ടുള്ള ഇത് തന്നിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷ് ഒരു വളരെ നമ്മുടെ കണ്ണിന് എവിടെ ആയാലും ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ മേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ഇൻഡിക്കേറ്റേഴ്സ്, അത് മഞ്ഞ ടൈം ആയാലും അതുപോലെ തന്നെ രാത്രികാലങ്ങളിലെ യാത്രയിലും വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് വണ്ടിക്ക്. നമുക്കും നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വണ്ടിയുടെ കാര്യം എന്ന് പറയാനുള്ളത്. അത്യാവശ്യം എനിക്ക് ഒരു 40 കിലോമീറ്റർ വരെ എനിക്ക് മൈലേജ് കിട്ടാറുണ്ട് വണ്ടി. പിന്നെ ഞാൻ 100 നമുക്ക് ഒരു ഏറിപ്പോയാൽ 15 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് 100 km/h സ്പീഡ് എടുക്കാൻ വണ്ടി കൈവരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡോമീറ്റർ കാണാൻ നല്ല അതിമനോഹരമാണ്. ഒരു വലിയ ഹെവി പുതിയ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്മാർട്ട് ബൈക്ക് യൂസ് ചെയ്യുന്ന രീതി തന്നെയാണ്. അതുപോലെ 2 മോഡുകളുണ്ട്, സ്ട്രീറ്റ് മോഡ് ആൻഡ് സ്പോർട്ട് മോഡ്. പക്ഷേ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എഫിഷ്യൻസിയോ അല്ലെങ്കിൽ വണ്ടിക്ക് കാര്യമായ മാറ്റമോ ഒന്നുമില്ല. നമ്മളുടെ കിലോമീറ്ററും അതുപോലെ തന്നെ എത്ര സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ കിലോമീറ്റർ കൈവരിച്ചു എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യാത്ര അല്ലെങ്കിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് പറഞ്ഞാൽ കണ്ണൂർ ടു നിലമ്പൂരാണ്. ഏകദേശം ഒരു 189 കിലോമീറ്റർ ദൂരം ഒരു 5 മണിക്കൂർ കൊണ്ട് കൂടി കിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും ടോപ്പായിട്ട് ഞാൻ വേഗത കൈവരിച്ചിട്ടുള്ളത് 90 കിലോമീറ്റർ ആണ്. അതും അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ വെറുതെ എടുത്ത് പറപ്പിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ വണ്ടി എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു നല്ല കംഫർട്ട് ഫീൽ തരുന്നുണ്ട്. എത്ര ഇത് എടുക്കുകയാണെങ്കിലും സ്പീഡ് എടുക്കാനും അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാനൊക്കെ ഒരു ആത്മധൈര്യം വണ്ടി അധികം തരാറുണ്ട്. ചെറു വണ്ടികൾ അല്ലെങ്കിൽ സ്കൂട്ടിയാണ് കൊണ്ടുനടക്കുന്നത് എന്നുള്ളൊരു ഫീല് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു വലിയ ഹൈ എൻഡ് വെഹിക്കിൾ കൊണ്ടുനടക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുനടക്കാറ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഗ്രാഫിക്സ് ഡിസൈനാണ്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആരെയും അട്രാക്റ്റ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയുള്ള നല്ല നല്ല റെഡും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ്, അതിൽ മാറ്റ് ഫിനിഷിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഭയങ്കര ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേ നൈറ്റ് ലൈറ്റ് ആയാലൊക്കെ അതിമനോഹരിതമായി എപ്പോഴും ഒരു സെക്സി ലുക്ക് വണ്ടിക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നേക്കഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സ്റ്റീൽ ചെയ്തല്ലോ, സ്റ്റീലില്ലാത്ത വേർഷൻ കാണുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഉതിപ്പാണ് വണ്ടിക്ക് തരുന്നത്. പിന്നെ ഞാൻ ലോങ് ആയതുകൊണ്ട്, ലോങ് റൂട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഗാർഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മളോട് പറയാം കേട്ടോ. ഗസ് ചെയ്യാൻ ഗാർഡ് വേണ്ട എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഗാർഡില്ലാതെ കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ സെക്സി നേക്കഡ് ലുക്കിൽ കൊണ്ടുനടക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. പിന്നെ വണ്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ഫീല് തരുന്നത് വെച്ചാൽ എപ്പോഴും വണ്ടി റെഡി ടു ഗോ ആണ്, റെഡി ടു റേസ് ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് വണ്ടി എപ്പോഴും കാണിക്കുന്നത്. സ്റ്റാർട്ടിങ് ആയാലും നല്ല കുതിര എന്ന് പറയാൻ നല്ല RPM കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നല്ല ടോർക്ക് കാണിക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം മൂവ്മെൻറ്റ് നമുക്കിപ്പോൾ കിട്ടും, ഇപ്പോൾ എടുക്കാം എന്നുള്ള നല്ല സ്പീഡിൽ തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ എപ്പോഴും വണ്ടി ഒരു
ചാടി കളിയുണ്ട്. അതിനി എൻ്റെ വണ്ടിക്ക് മാത്രമാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സീറ്റ് മാറ്റിയിട്ടുണ്ട്. ഒരു കുഷ്യനുള്ള സീറ്റ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ സാധാ സീറ്റ് അതിൻ്റെത് ലോങ് ഓടുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ട് വരുന്നില്ല. കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റ സ്ട്രെസ്സിലാണ് കൂടുതലായിട്ടും യാത്ര ചെയ്യാൻ ശ്രമിക്കാറ്. നിർത്തി നിർത്തി പോകുന്നത് എനിക്കിഷ്ടമല്ല. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻഡാണ് നമ്മൾ നിർത്തുക. പക്ഷെ അങ്ങനെ ലോങ് ഓടിയിട്ടും വണ്ടിക്ക് വലിയ ഹീറ്റിംഗ് പ്രോബ്ലമോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നല്ലൊരു കംഫർട്ട് തരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടി വി എസ് എന്ന് എഴുതിയിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതിമനോഹരം തന്നെയാണ്. ആരെയും ബോറടിപ്പിക്കുന്ന രീതിയിലല്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ദൂരത്ത് നിന്നാലും നല്ല വിഷ്വൽ തരുന്ന ബ്രേക്ക് ലൈറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ വണ്ടിക്ക് മാത്രമാണെന്ന് അറിയില്ല, ബ്രേക്ക് വൺ ടൈം പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടോ ബാക്ക് ലൈറ്റ് കത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ വണ്ടിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നോർമലി കാണുന്ന ഒരു ഇഷ്യൂ ആണ്. ബാറ്ററി ഡിസ്ചാർജിങ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. പിന്നെ അത് കമ്പനി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് എനിക്ക് കമ്പനി മാറ്റി തന്നു. ബാറ്ററി ഇപ്പോൾ ടാറ്റയുടെ നല്ലൊരു ബാറ്ററിയാണ് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി വഴിയിൽ വെച്ച് നിന്നു പോകുക അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. ഇടയ്ക്കൊരു സമയത്ത് ഉണ്ടായിരുന്നു, പഴയൊരു ബാറ്ററി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ഇഷ്യൂസാണ് എനിക്ക് വന്നത്. പിന്നെ കുറച്ച് പേര് പറയുണ്ടായി പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, അങ്ങനത്തെ വെള്ളം കയറിയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും വണ്ടി കഴുകുന്നതാണ്, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പെട്രോളിൻ്റെ ടാങ്കിൻ്റെ അടപ്പിൻ്റെ ഈ എൻഡോർക്ക് എഴുതിയ ഒരു ഡിസൈൻ ഒരു മസ്കുലാരിറ്റി ഫീൽ ചെയ്യിക്കുന്ന ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സപ്പോർട്ട് വരുന്ന ഹാൻഡിൽ സപ്പോർട്ടും ബാക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെക്കാം. പക്ഷെ എന്നാലും അത്രത്തോളം വലിയ സേഫ്റ്റി ആണെന്നില്ല. പക്ഷേ സ്പോർട്ടി ലുക്ക് ഇതിന് എവിടെ നിന്ന് നോക്കിയാലും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.